494 നാമം ഉത്തര. സംസാരത്തിൽ മുഴുകിയവരെ ഉദ്ധരിക്കുന്നവൻ. ആരാണോ എന്നിൽ എല്ലാ കർമ്മങ്ങളും സന്യസിച്ചിട്ട് എന്നെ ഉദ്ദേശിച്ച് അനന്യമായ യോഗത്തോടെ എന്നെ തന്നെ ധ്യാനിച്ച് ഉപാസിക്കുന്നത്, എന്നിൽ പ്രവേശിച്ച മനസ്സോടുകൂടി അവർക്ക്, അല്ലയോ പാർത്ഥ, ഞാൻ മൃത്യു സംസാര സാഗരത്തിൽ നിന്ന് സമുദ്ധരിക്കുന്നതിനായി ഭവിക്കുന്നു എന്ന് ഭഗവത്ഗീത. ഉത്തര എന്നതിന് ശ്രേഷ്ഠൻ എന്നും അർത്ഥമുണ്ട്. ആ അർത്ഥം സ്വീകരിച്ചാൽ എല്ലാ ദേവന്മാരെക്കാളും ശ്രേഷ്ഠൻ. 495 നാമം ഗോപതി, ഗോവിൻ്റെ പതി. ഗോ എന്ന ശബ്ദത്തിൻ്റെ അർത്ഥം 187 നാമത്തിൻ്റെ ചർച്ചയിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. പശു എന്ന അർത്ഥം സ്വീകരിച്ചാൽ ഗോപാലനായി കൃഷ്ണാവതാരത്തിൽ വർത്തിച്ച ഭഗവാനെ ഈ നാമം കുറിക്കുന്നു. ഭൂമി എന്ന അർത്ഥം സ്വീകരിച്ചാൽ ഭൂമിയുടെ ഭർത്താവ് എന്നർത്ഥം കിട്ടും. ഗോവിന് സ്വർഗം എന്നും അർത്ഥമുണ്ട്. ഈ പക്ഷത്തിൽ സ്വർഗനാഥൻ. ഗോ എന്നതിന് പ്രകാശം, പ്രകാശകിരണം എന്നും അർത്ഥം. എല്ലാ തേജസ്സിൻ്റെ പ്രഭവമായ ഭഗവാനെ ഗോപതി എന്ന് പറയാം. 496 നാമം ഗോപ്ത, ഗോപനം ചെയ്യുന്നവൻ. ഗോപനം എന്നതിന് രക്ഷിക്കൽ എന്നൊരർത്ഥം. എല്ലാ ലോകങ്ങളെയും വാത്സല്യത്തോടെ രക്ഷിക്കുകയും പോഷിപ്പിക്കുകയും ചെയ്യുന്ന കരുണാമൂർത്തിയാണ് ഭഗവാൻ. ഈ ജഗത്തിൻ്റെ പിതാവും മാതാവും പിതാമഹനും ധാതാവും വേദ്യവും പവിത്രവുമായ ഓങ്കാരവും ഋക്ക്, യജുസ്, സാമം എന്നിവയും ഞാൻ തന്നെയാണ്. എല്ലാത്തിൻ്റെയും പ്രാപ്യസ്ഥാനവും പ്രഭുവും സാക്ഷിയും ഇരിപ്പിടവും ആശ്രയവും സുഹൃത്തും ഉദ്ഭവവും പ്രളയവും ആധാരവും നിക്ഷേപവും നാശമില്ലാത്ത ബീജവും ഞാനാകുന്നു എന്ന് ഭഗവത്ഗീത. 497 നാമം ജ്ഞാനഗമ്യ, ജ്ഞാനം കൊണ്ട് ഗമിക്കാവുന്നവൻ അല്ലെങ്കിൽ പ്രാപിക്കപ്പെടാവുന്നവൻ. അനേകം ജന്മങ്ങളുടെ അന്ത്യത്തിൽ വാസുദേവൻ തന്നെയാണ് എല്ലാം എന്നറിഞ്ഞ ജ്ഞാനി എന്നെ പ്രാപിക്കുന്നു. അങ്ങനെയുള്ള മഹാത്മാവ് ദുർലഭനാണ് എന്ന് ഭഗവത്ഗീത. 498 നാമം പുരാതന, കാലം കൊണ്ട് അളന്നറിയാനാകാത്ത പഴക്കമുള്ളവൻ, എല്ലാത്തിനും ആദി കാരണമായവൻ. ഇവൻ ശരീരം നശിക്കുമ്പോൾ നശിക്കുന്നില്ല, ഒരിക്കലും ഹനിക്കപ്പെടുന്നില്ല, ജനിക്കുന്നുമില്ല, മരിക്കുന്നുമില്ല, ഉണ്ടായി വീണ്ടും ഉണ്ടാകുന്നുമില്ല. ഇവൻ ജന്മമില്ലാത്തവനും നിത്യനും ശാശ്വതനും പുരാതനുമാണ് എന്ന് ഭഗവത്ഗീത. 499 നാമം ശരീരഭൂതഭൃത്ത്. ശരീരങ്ങൾക്ക് കാരണമായ ഘടകങ്ങളാണ് പഞ്ചഭൂതങ്ങൾ. അവയെ ഭരിക്കുന്നവൻ എന്ന് പറഞ്ഞ അർത്ഥം. പ്രപഞ്ച ശരീരം പഞ്ചഭൂത നിർമ്മിതമാണ്. ഭഗവാൻ തന്നെയാണ് പ്രകൃതിയായും ഭൂതങ്ങളായും രൂപം പൂണ്ടത്. പ്രാണനായി അവയിൽ പ്രവേശിച്ച് ശരീരികളായതും അവയെ ചേതനാരൂപത്തിൽ ഭരിക്കുന്നതും മഹാവിഷ്ണു തന്നെയാണ്. 500 നാമം ഭോക്ത, ഭുജിക്കുന്നവൻ, അനുഭവിക്കുന്നവൻ. ശരീരത്തിൽ അന്തര്യാമിയായി സ്ഥിതി ചെയ്ത് സുഖദുഃഖാദികളെ അനുഭവിക്കുന്ന ജീവാത്മാവ്. എല്ലാ യജ്ഞങ്ങളുടെയും ഭോക്താവും പ്രഭുവും ഞാനാണെന്ന് ഭഗവത്ഗീത. 501 നാമം കപീന്ദ്ര. കപി എന്നതിന് വാനരൻ, വരാഹം, ആന, സൂര്യൻ എന്നീ അർത്ഥങ്ങളൊക്കെ ഉണ്ട്. ഇന്ദ്രശബ്ദത്തിന് രാജൻ, രാജാവ്, നേതാവ് എന്നും ശ്രേഷ്ഠൻ എന്നും അർത്ഥമുണ്ട്. കപിശ്രേഷ്ഠൻ എന്ന അർത്ഥത്തിൽ ഈ പദം ആഞ്ജനേയനായ ഹനുമാനെ കുറിക്കുന്നു. ഭഗവത് വിഭൂതികളുടെ സമഗ്ര ഭാവമാണ് ആഞ്ജനേയൻ. യജ്ഞവരാഹ മൂർത്തിയായിട്ട് അവതരിച്ചിട്ട് ഹിരണ്യാക്ഷനെ വധിച്ച വിഷ്ണു ഭഗവാനെ വരാഹങ്ങളിൽ ശ്രേഷ്ഠൻ എന്ന അർത്ഥത്തിൽ കപീന്ദ്രൻ എന്ന് വിളിക്കുന്നു. ആന എന്നർത്ഥം സ്വീകരിച്ചാൽ ദിഗ്ഗജങ്ങളുടെ രൂപത്തിൽ ഭൂമിയെ താങ്ങുന്നവൻ. ആനകളിൽ ഐരാവതം ഞാനാണ് എന്ന് വിഭൂതി യോഗത്തിൽ ഭഗവാൻ തന്നെ അരുളി ചെയ്തിട്ടുണ്ട്. സൂര്യൻ എന്നർത്ഥം സ്വീകരിച്ചാൽ ദ്വാദശാദിത്യന്മാരിൽ ശ്രേഷ്ഠനായ വിഷ്ണുവായിട്ട് രൂപം പൂണ്ടവൻ. ആദിത്യന്മാരിൽ ഞാൻ വിഷ്ണുവാണ് എന്ന് ഭഗവത്ഗീത. 502 നാമം ഭൂരി ദക്ഷിണ. ഭൂരി ദക്ഷിണ എന്നീ 2 പദങ്ങൾ ചേർന്നുണ്ടായ നാമം. ഭൂരി എന്നതിന് വളരെ എന്നും വളരെ വലിയ, ശക്തമായ, ശ്രേഷ്ഠമായ എന്നും അർത്ഥമുണ്ട്. നാമമായി വരുമ്പോൾ വിഷ്ണു, ബ്രഹ്മാവ്, ശിവൻ, ഇന്ദ്രൻ എന്നീ ദേവന്മാരെയും കുറിക്കുന്നു. ദക്ഷിണ എന്നതിന് യജ്ഞസമാപ്തിയിൽ കർമ്മികൾക്കും ബ്രാഹ്മണർക്കും വിദ്യാഭ്യാസം കഴിഞ്ഞ ഗുരുക്കന്മാർക്കും ആദരപൂർവ്വം നൽകുന്ന ദ്രവ്യം എന്ന അർത്ഥമുണ്ട്. ദാനം എന്ന സാമാന്യാർത്ഥത്തിലും പ്രയോഗമുണ്ട്. പ്രജാപതിയുടെ മകളും യജ്ഞദേവന്റെ ഭാര്യയുമായ ദേവിയാണ് ദക്ഷിണ. ദക്ഷിണാദേവിയെ പ്രീതിപ്പെടുത്തിയാലേ യജ്ഞഫലം ലഭിക്കുമെന്ന് വിശ്വാസം. നീതിമാനും സമർത്ഥനുമായ പുരുഷനെയും ഈ പദം കുറിക്കുന്നു. 503 നാമം സോമപ, സോമപ എന്ന് പദച്ഛേദം. സോമശബ്ദത്തിന് യാഗത്തിൽ അർപ്പിക്കുന്നതിന് വേണ്ടി സോമലത ചതച്ചു പിഴിഞ്ഞുണ്ടാക്കുന്ന രസം എന്നൊരർത്ഥം. ചന്ദ്രൻ എന്ന് മറ്റൊരർത്ഥം. പാ എന്നതിന് പാലിക്കുന്നവൻ എന്നർത്ഥമുണ്ട്. യാഗത്തിൽ അർപ്പിക്കപ്പെടുന്ന സോമരസം സ്വീകരിക്കുന്നത് ഭഗവാനാണ്. ഏത് ദേവനെ ഉദ്ദേശിച്ച് നടത്തുന്ന യാഗമായാലും അത് ചെന്നെത്തുന്നത് മഹാവിഷ്ണുവിലാണ്. എല്ലാ യജ്ഞങ്ങളുടെയും ഭോക്താവും പ്രഭുവും ഞാൻ തന്നെയാണെന്ന് ഭഗവത്ഗീത. സോമരസം പാനം ചെയ്യുന്നവൻ എന്ന നാമത്തിന് അർത്ഥം. 504 നാമം അമൃതപ, അമൃതത്തെ പാനം ചെയ്യുന്നവൻ. പാലാഴി മഥനത്തിലുണ്ടായ അമൃതം ജരാനരകൾക്കും മൃത്യുവിനും എതിരായ ഔഷധമാണ്. അനാദിയായ മഹാവിഷ്ണുവിന് അമൃതപാനം ആവശ്യമില്ല. ഭഗവാൻ പാനം ചെയ്യുന്ന അമൃതം ആത്മാനന്ദമാണ്.
505 നാമം സോമ. സോമപ എന്ന 503 നാമത്തിന്റെ സോമ ശബ്ദത്തിന്റെ അർത്ഥം പറഞ്ഞു. പരത്തിന്റെ പ്രസിദ്ധമായ അർത്ഥം ചന്ദ്രൻ എന്നായതുകൊണ്ട് ഇവിടെ ആ അർത്ഥം സ്വീകരിക്കാം. നക്ഷത്രങ്ങളിൽ ഞാൻ ചന്ദ്രനാണ് എന്നും ചന്ദ്രനിലും അഗ്നിയിലുമുള്ള തേജസ് ഞാൻ തന്നെയാണെന്നും ഞാൻ രസാത്മകനായ ചന്ദ്രനായിട്ട് എല്ലാ ഔഷധികളെയും പോഷിപ്പിക്കുന്നു എന്നും ഭഗവാൻ തന്നെ അരുളി ചെയ്തിട്ടുണ്ട്. 506 നാമം പുരുജിത്ത്. പുരു എന്നതിന് വളരെ എന്നർത്ഥമുണ്ട്. വളരെ ശത്രുക്കളെ ജയിച്ചവൻ എന്ന നാമത്തിന് അർത്ഥം. 507 നാമം പുരു സത്തമ. പുരു സത്ത് തമ എന്ന് പദച്ഛേദം. പുരുവായും സത്തമനായും വർത്തിക്കുന്നവൻ ഭഗവാൻ ബഹുരൂപനാണ്. ശ്രേഷ്ഠമായ സത്യത്തെയാണ് നമ്മൾ പരമസത്യം എന്ന് പറയുന്നത്. പല സത്യങ്ങളിൽ ശ്രേഷ്ഠമായ സത്യം ഭഗവാനാണെന്നും നാമത്തെ വ്യാഖ്യാനിക്കാം. 508 നാമം വിനയ. വിശേഷേണ നയിക്കുന്നവൻ. ധർമ്മത്തിൻ്റെ സുസ്ഥിതിക്കായിട്ട് ജീവികളെ അതതിന് നിശ്ചയിച്ചിട്ടുള്ള രീതിയിൽ പ്രവർത്തിപ്പിക്കുന്നവൻ. സ്വധർമാചരണത്തിലേക്ക് നയിക്കുന്നവൻ. 509 നാമം ജയ. എതിരാളികളെ കീഴ്പ്പെടുത്തുന്നവൻ. എല്ലായിടത്തും എല്ലായ്പ്പോഴും ജയിക്കുന്നവൻ. 510 നാമം സത്യസന്ധ. സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നവൻ. 511 നാമം ദാശാർഹ. ദാശാർഹൻ എന്ന യാദവന്റെ വംശത്തിൽ ജനിച്ചവൻ. ശ്രീകൃഷ്ണനായി അവതരിച്ചപ്പോൾ ദാശാർഹന്റെ പരമ്പരയിൽപ്പെട്ട വസുദേവന്റെ മകനായിട്ട് ജനിച്ചതുകൊണ്ടാണ് ദാശാർഹനായത്. 512 നാമം സാത്വതാംപതി. ഒരു യദുവംശ രാജാവായിരുന്നു സാത്വതൻ. അദ്ദേഹത്തിന്റെ വംശത്തിലുള്ളവരെയും സാത്വതന്മാർ എന്ന് പറയും. അവരുടെ പതിയായി ശ്രീകൃഷ്ണനായി അവതരിച്ചതുകൊണ്ട് സാത്വതാംപതി. സത്വഗുണ പ്രധാനർ എന്നാണ് സാത്വതർ. അവരിൽ പ്രധാനിയായതിനാലും ഈ പേര്. ഉത്തരോ ഗോപതിർഗോപ്ത ജ്ഞാനഗമ്യ പുരാതന ശരീരഭുത ഭൃഗ്ഭോക്ത കവീന്ദ്രോ ഭൂരി ദക്ഷിണ സോമപോ അമൃതപസ്സോമ പുരുജിത് പുരുസത്തമ വിനയോ ജയ സത്യസന്ധോ ദാശാർഹ സാത്വതാംപതി.